കോഡ് മലയാളം ഇന്റർവ്യൂ സീരീസിൽ നമുക്ക് ഇപ്പോൾ ഒരു റിയാക്ട് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എന്താണ് റിയാക്ട് ഫ്രാഗ്മെന്റുകൾ? ഫ്രാഗ്മെന്റ് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമാണ്. സോ അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഇവിടെ നമ്മളൊരു div ടാഗ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ലിസ്റ്റിന് വേണ്ടിയിട്ട് ഒരു UL-ഉം അതിനകത്ത് 3 LIയും ഉണ്ട്. സോ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് 1 2 3 എന്നിങ്ങനെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ 3 ലിസ്റ്റിന്റെ ഐറ്റം മാത്രം എടുത്തിട്ട് നമുക്ക് വേറെ കോമ്പണന്റ് ആക്കണം. സോ അതിന് നമുക്ക് list.tsx എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഈ 3 ലിസ്റ്റ് മാത്രം മതി. സോ നമുക്ക് ഇത് മാത്രമായിട്ട് ഇവിടെ നമുക്കിവിടെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഒരു കോമ്പണന്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ അതിന് കാരണം വളരെ സിമ്പിൾ ആണ്. അതായത് കാരണം നമ്മളിവിടെ എഴുതുന്നതൊക്കെ JSX ആണ്. JSX എന്ന് പറഞ്ഞാൽ അത് അൾട്ടിമേറ്റ്ലി ജാവാസ്ക്രിപ്റ്റ് ആയിട്ടാണ് കമ്പൈൽ ചെയ്യുന്നത്. സോ ജാവാസ്ക്രിപ്റ്റിനകത്ത് ഒരു റിട്ടേണിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റേ പാടത്തുള്ളൂ. ഇവിടെ നമ്മൾ എന്താ 3 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തേക്കുന്നത്. സോ അതിന് പകരം ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലാണ് ജാവാസ്ക്രിപ്റ്റ് മര്യാദയ്ക്ക് കമ്പൈൽ ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഇവിടെയോ? ഇവിടെ നോക്കുവാണെങ്കിൽ നോക്കിയോ, പാരന്റ് ഒരൊറ്റ ഡിവ് ഉള്ളൂ, അതിനകത്താണ് ബാക്കി ചിൽഡ്രൻ വന്നിരിക്കുന്നത്. അതായത് ഇത് മൊത്തം ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതെങ്ങനെയാ കമ്പൈൽ ചെയ്യാന്ന് കാണാൻ വേണ്ടിയിട്ട് റിയാക്ട് ടു ജാവാസ്ക്രിപ്റ്റ് കൺവേർട്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ബാബലാണ് ഒരു ഒഫീഷ്യൽ ട്രാൻസ്പൈലർ. അതിൽ നമ്മളിവിടെ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ട് കഴിഞ്ഞാൽ ഈ _JSXS എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതിവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് ഈ മൊത്തം UL എന്ന് പറയുന്നത് ഒരൊറ്റ ഫംഗ്ഷൻ കോൾ ആണ്. അതിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻ്റ് ആയിട്ടാണ് ഈ ചിൽഡ്രൻ പോകുന്നത്. നേരെ മറിച്ച് ലിസ്റ്റിലോ ഇതിനൊരു കോമൺ ആയിട്ടൊരു പാരന്റ് ഇല്ല. അതുകൊണ്ട് ഇത് 3 സ്റ്റേറ്റ്മെൻ്റ് ആവും. റിട്ടേൺ ചെയ്യുമ്പോൾ അങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അതിന് നമ്മൾ ഒരു വഴി നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഒരു div വെച്ചിട്ട് റാപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പേര് ലിസ്റ്റ് എന്നാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ LIന് പകരം നമുക്ക് ആ ലിസ്റ്റ് ഉപയോഗിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ UL-ൻ്റെ അകത്താണ് LI വരുന്നത്. പക്ഷേ ഇവിടെ UL-നകത്ത് ഡിവിനകത്താണ് LI വന്നിരിക്കുന്നത്. ഈ div ആവശ്യമില്ലാത്തതാണ്. സോ നമ്മളിവിടെ എലമെൻ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ അവൻ എറർ അടിക്കും. സോ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഒരു പരിഹാരത്തിനായിട്ടാണ് റിയാക്ട് ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പണന്റ് കൊടുത്തിരിക്കുന്നത്. റിയാക്ട് ഫ്രാഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവിന് പകരം റിയാക്ട് ഫ്രാഗ്മെന്റ് എന്ന് ഉപയോഗിക്കാം. ഓക്കെ, സോ റിയാക്ട് ഇമ്പോർട്ടും ചെയ്യണം. സോ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോ ഈ ഒരു എലമെന്റിന് പകരം റിയാക്ട് നമ്മുടെ ഡോമിനകത്ത് പുതിയൊരു എലമെൻ്റ് ഒന്നും എടുത്തില്ല. പക്ഷേ ഇതാണെങ്കിൽ മൊത്തത്തിൽ ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവൻ ആക്റ്റീവ് ചെയ്യും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ കമ്പൈലേഷൻ എറർ അടിക്കത്തില്ല. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ LIന് പുറത്തുള്ള div പോയി നേരെ UL വരികയും ചെയ്തു. നമ്മുടെ ഇഷ്യൂ സോൾവ് ആവുകയും ചെയ്തു. ഓക്കെ, ഇതിനൊരു ഷോർട്ട് ഹാൻഡ് ഉണ്ട്, empty ടാഗിനെ പോലെ ഇങ്ങനെ കൊടുത്താൽ മതി. സോ ഇങ്ങനെ കൊടുത്താൽ റിയാക്ട് ഇമ്പോർട്ട് ചെയ്യണമെന്നില്ല. അത് കമ്പൈലേഷൻ ടൈമിൽ തന്നെ അവൻ ഹാൻഡിൽ ചെയ്തോളും. അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഈ empty ടാഗ് കൊടുക്കണോ അതോ ഇതുപോലെ റിയാക്ട് ഫ്രാഗ്മെന്റ് കൊടുക്കണോ എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് വല്ല ആട്രിബ്യൂട്ട്സും കൊടുക്കണോ എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില കേസിന് ഫോർ ലൂപ്പിനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കീ കൊടുക്കേണ്ടതായിട്ട് ആവശ്യം വരും. ഓക്കെ, സോ കീ = ഇങ്ങനെ കീ കൊടുക്കേണ്ടതായിട്ട് ആവശ്യം വരാറുണ്ട്. സോ ഇങ്ങനെ കീ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിന് ആട്രിബ്യൂട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് react.fragment ഇങ്ങനെ വിസ്തരിച്ച് എഴുതണം. അങ്ങനെ ആട്രിബ്യൂട്ട്സ് ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഇതേപോലെ സിമ്പിളായിട്ട് ഇങ്ങനെ കൊടുത്താലും മതി.